പാട്ടിനെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്കായി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഒരുക്കുന്ന ഒരു പുത്തൻ ട്രെൻഡ് സെറ്റർ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിതേ തുടങ്ങാൻ പോവാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഫുൾ എനർജിയിലാണ്. പാട്ടുകാരും കൂട്ടുകാരും ഒക്കെ റെഡിയാണ്. സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിലെ കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സീനിയേഴ്സിന്റെ ഒരു പെർഫോമൻസ് കണ്ട് സ്റ്റാർട്ട് ചെയ്താലോ? കളമെഴുതേ മണിമുകിൽ തന്നൊരു കരിമഷിയായി നിൻ മിഴികളിൽ അഴകെഴുതേ. എന്റെ ഉള്ളിലെന്നും നിന്റെ ഓർമ്മകൾ, നിന്റെ ഓർമ്മകൾ. വിളക്കുവയ്ക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം, കനകനിലാവിൽ ചാലിച്ചെഴുതിയ നിൻ ചിത്രം. സ്വപ്നത്തിൻ കരിമ്പ് പൂക്കും കാലമായി വരുന്നുണ്ട് പാടുവാൻ വരുതിന്നലേ. കൂട്ടു നിൽക്കും പാടത്തെ വിരിപ്പ് കൊയ്യാൻ നേരമായി കതിർ കറ്റനുള്ളിയോ നീ ഇന്നലെ. കൈവള ചാർത്തിയ കന്നി നിലാവിന് കോടി കൊടുത്തൊരു രാത്രിയിൽ അന്നൊരിളഞ്ഞി മരത്തണലത്തു കിടന്നൊരു പാടുപഴങ്കഥ ചൊല്ലിയ നമ്മുടെ കൊച്ചു പിണക്കവും ഇത്ര ഇണക്കവും ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തിരിയുന്നു. വിളക്കുവയ്ക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം, കനകനിലാവിൽ ചാലിച്ചെഴുതി നിൻ ചിത്രം. കവിളിൽ കളമെഴുതേ മണിമുകിൽ തന്നൊരു കരിമഷിയായി നിൻ മിഴികളിൽ അഴകെഴുതേ. എന്റെ ഉള്ളിലെന്നും നിന്റെ ഓർമ്മകൾ, നിന്റെ ഓർമ്മകൾ. മൂന്നുപേര് റെഡിയല്ലേ? യെസ്.
മാജിക്കൽ മെലഡീസ് ആണ് വരാൻ പോകുന്നത്. ആരാണ് ആ മാജിക് തീർക്കാൻ വരുന്നത്? ഒരു മാജിക് കയ്യിലുള്ള ഒരാളാണ് വരുന്നത്, നമ്മുടെ ദുർഗു. ഓ, ദുർഗു. യെസ്, Okay. ദുർഗു. ലെറ്റ്സ് വെൽക്കം ദുർഗ കുട്ടി. ഹലോ. ഹായ് ദുർഗു. നല്ല കളർ, നല്ല ഉടുപ്പല്ലേ? നല്ല സുന്ദരിയുണ്ട്. ദുർഗ എപ്പോഴും അതുപോലത്തെ ഡ്രസ് ആയിട്ടുണ്ട് വരുള്ളൂ. ആ, ഇങ്ങനത്തെ നല്ല ഇങ്ങനത്തെ കളർ, ഉടുപ്പിട്ട് വെറൈറ്റി കളറും സുന്ദരിയായിട്ടുണ്ട്. അതെ. ദുർഗക്കുട്ടി, എന്തോ എന്തുണ്ട് വിശേഷം? ഇന്ന് എന്റെ കൂടെ എന്റെ മാമിയും ആ. മാമിയുടെ മക്കളും വന്നിട്ടുണ്ട്. ഓ, ആഹാ. ഹായ് ചേച്ചി. മാമി അല്ലേ? ഹലോ. ഹലോ. ഹലോ, അതാരാ ഉടുപ്പിട്ടിരിക്കുന്നത്? കുഞ്ചൂസ് ഉണ്ടല്ലോ, കുഞ്ചൂസ്. ഹലോ, ഹായ്. കുഞ്ചൂസ്. കുഞ്ചൂസിന്റെ പേരെന്താ? ആ. മറ്റേയാളുടെയോ? ഭവ്യ. 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 ഓ, ഭവ്യനെ കാണാൻ ശരിക്കും നമ്മുടെ ദുർഗക്കുട്ടിയുടെ കുഞ്ഞനീത്തിന് പോലെ ഉണ്ട് അതെ, കാണാൻ വേണ്ടിട്ട്. അതുപോലെ അല്ലേ, തന്നെ ഒരുപോലെ ഉണ്ട്. ഉണ്ട് അതെ, കാണാൻ. അതെ. ശരിക്കും ചായ ഉണ്ട്. ആ കണ്ണ് നോട്ടൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതെ 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 അതെ. എന്താണ് ഇന്ന് പിങ്കി പ്രോമിസ്? ഇന്നത്തെ പിങ്ക് നന്നായി പാടും, അതാ നന്നായി പാടും ഞാൻ. ഓക്കെ. നന്നായിട്ട് പാടിയാ പോരാ, അടിപൊളിയായിട്ട് പാടും. അതും പോരാ, സൂപ്പർ ആയിട്ട് പാടും. അതെ, ധൈര്യപൂർവ്വം. ഓക്കെ. ധൈര്യപൂർവ്വം. പിങ്കി പ്രോമിസ്. പിങ്കി പ്രോമിസ്. അപ്പൊ ഏതാ പാട്ട്? എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പറഞ്ഞോ. എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അങ്കിൾ ഉണ്ട്. ആ അങ്കിൾ എനിക്കൊരു ഗിഫ്റ്റ് തന്ന്. എന്നെ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല നേരിട്ട്. ആ അങ്കിൾ എനിക്കൊരു കലണ്ടർ തന്നു, എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു കലണ്ടർ ഗിഫ്റ്റായിട്ട് തന്നു. ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നില്ല. അപ്പൊ കാണിക്കണ്ടേ അത് ഞങ്ങള്? വീട്ടിൽ തൂക്കിയിട്ടു. ഉണ്ടോ? ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ്? കാണാമുള്ള മറന്നുപോയി. അത് മറന്നുപോയി ഞാൻ. കാണാമുള്ളാൽ ഉൾനീറും നോവാണ് അനുരാഗം, നോവുമ്പോഴും തേനൂറും അനുരാഗ്. സുഖമാണ് അനുരാഗം. ആ ആ അനുരാഗം, ബിജിപാലിന്റെ എൻജെ സർ നോ. അനുരാഗം. നോ. അതെ, അനുരാഗം. വീണ്ടും അനുരാഗം. മധു അനുരാഗം. പ്രണയത്തിൽ മുങ്ങാൻ പോവാ. മുങ്ങണ്ടേ? മുങ്കോ. അപ്പൊ പോരട്ടെ ഡീറ്റെയിൽ. ബിജിപാലിന്റെ സംഗീതം. ലിറിക്സ് സന്തോഷ് വർമ്മ സാർ. സന്തോഷ്. ഇയർ 2011. മൂവി സാൾട്ട് ആൻഡ് പെപ്പർ. മ്യൂസിക് ബിജിപാൽ സാർ. പാടിയത് ശ്രേയാ ഘോഷാൽ മാം. സന്തോഷിനെ പറ്റി പ്രത്യേകം ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. സന്തോഷ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് നമുക്ക് മലയാളത്തിന് തന്നിട്ടുള്ള ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഞാനും സന്തോഷും ഒരുപാട് പാട്ടുകൾ, പല രീതിയിലുള്ള പാട്ടുകൾ. ദോശ നല്ലൊരു ദോശ വേണം, അത് സന്തോഷമാണ്. കമ്മത്താൻ കമ്മ. നീ അറിഞ്ഞോ നീ പട്ടം പോലെ. എന്റേതാ നീ അറിഞ്ഞോ, മഴയത്തു മഴയെ, ഇങ്ങനെ പല പാട്ടുകളും സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ സന്തോഷിന് ഒരു ഹായ്, ബിഗ് ഹായ്. ഹായ്. എല്ലാം ഫേവറേറ്റ് പാട്ടുകളാ. അപ്പൊ പഠിക്കും. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നീറും നോവാടനുരാഗം
യെസ്. വെരി നൈസ്, വെരി നൈസ്, Thank you, വെരി ഗുഡ്, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദുർഗു എന്തോ നന്നായോ? നന്നായി. നന്നായി, സംശയമില്ല. സംശയമില്ല. താങ്ക് യു സാർ. ഇത് ബിജിയുടെ പാട്ടല്ലേ? അതെ. വെരി ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ബൈ ബിജി കേട്ടോ. ബിജി എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. ഞാൻ അഭിമാനം കൊള്ളുന്ന ആണ് ബിജിയുടെ മ്യൂസിക് എന്ന് പറയുന്നത്. ബിജിക്ക് ഒരു ഹായ്. പിന്നെ ഈ പാട്ട് എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെടാനായിട്ട് അതിൻ്റെ ഒരു എലിമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ്. പ്രണയമായിരിക്കും. അതിന് പ്രണയമല്ല, പ്രണയം. അതെന്നെ പ്രണയം. അപ്പൊ ഈ പ്രണയം എന്ന് പറയുമ്പോൾ ആ പ്ര നമ്മൾ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ പണയമായി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ പ്രണയത്തിന്. അപ്പൊ അത് പ്രണയവും പ്രണയവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടല്ലേ? ഭയങ്കര വ്യത്യാസം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം അത് പാടുമ്പോഴത്തേക്കും. ഓക്കെ. പിന്നെ വെരി ബിഗിനിങ് അല്ലേ, അതാണ് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബിജി അതെ, ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, അതെ. സ്വരങ്ങളുടെ പാറ്റേൺ. സാധാരണ ഒരു പാട്ടിന്റെ പല്ലവി തുടങ്ങുമ്പോൾ ഇത്തരം പാറ്റേൺസ് വരുന്നത് വളരെ റെയർ ആണ്. അതുകൊണ്ടാണ് ഈ കോമ്പോസിഷൻ എനിക്ക് ബ്രില്യൻ്റ് ആയിട്ട് തോന്നാനായിട്ടുള്ള കാരണം. അതെന്താണ്? അതാണ്. എങ്ങനെയാണ്? സ്വരം പാടണ്ട, അത് പെട്ടെന്ന് കിട്ടൂലായിരിക്കും. പക്ഷെ അതിനകത്ത് ആ നോട്ട്സിൽ അതിന്റെ പാറ്റേൺ ഇല്ലേ, അത് പാടുമ്പോൾ ആ പാറ്റേൺ ലിറിക്കിനൂടെ ചേർക്കുമ്പോൾ അതുപോലെ പാടാൻ പറ്റിയാൽ നന്നാണ്. യെസ്, യെസ്. ഇപ്പോഴാണ് അത് ഡിഫൈൻഡ് ആയത്. നോവാണ് അനുരാഗം. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ആ എന്നിൽ നീ നിന്നിൽ ഞാനും അതൊന്ന് പാടാമോ? ആ പതിയെ, പതിയെ കുറച്ചും കൂടെ ഒരു തൂവൽ സ്പർശം, ഒരു തൂവലെ കൊണ്ട് ഇങ്ങനെ തൊടാനേ പാടുള്ളൂ. ആ അതിരുകൾ, അത്രയും അതിര് വേണ്ട അവിടെ. അതിര് കുറച്ചുകൂടെ ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ആ ഫുൾ ലൈൻ പാടണം. സോഫ്റ്റ്. ആ അത് ശ്രുതിയും ചേരണം. ലാൻഡിങ് നോട്ട് പല സ്ഥലത്തും ശ്രുതി ചേരാനുണ്ടേ. അത് കുറച്ച് ഫ്ലാറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് വിരഹമേ എന്ന് പാടിയില്ലേ, അവിടുത്തെ സംഗതിയും കൂടെ ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ പാടി തന്നാൽ കൊള്ളാം. ആ ഇപ്പൊ ബെറ്റർ ആണ് നേരത്തെ പാടിയത്. കഥനമേ. ഇടയ്ക്ക് നോട്ട്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ഡിഫൈൻഡ് ആയിട്ട് വരുമ്പോഴാണ് അതിന് രസം. ഈ പാട്ടിന്റെ ഒരു ബ്യൂട്ടിക്ക് അത് ഒരുപാട് പുതു ഭാവങ്ങൾ കൊണ്ടുവരും അത്തരം നമ്മുടെ ഒരു പാടൽ എന്ന് പറയുന്നത്. അപ്പൊ മാത്രമേ ഈ പാട്ട് പാടിയതായിട്ട് വരുള്ളൂ. പറഞ്ഞു മനസ്സിലായി? അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി കൂട്ടിക്കിഴിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. എടാ ദുർഗുവിന് അത് പറ്റും. അതുകൊണ്ടാണ് ഇത്രയും ഭയങ്കര ലെക്ചറൊക്കെ അവിടെ ചെയ്യണത്. അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും ഇരുന്ന് സംസാരിച്ചിട്ടുന്ന കാര്യം ഒരു കാര്യമില്ല. ദുർഗു ഈസ് വെരി ടാലന്റഡ്. അപ്പൊ ആ ടാലന്റിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അങ്കിൾ പറയുന്നത്. ആ വഴികളിൽ നമുക്ക് ഒന്നിച്ച് നടക്കാം. ഓക്കെ. എനിക്ക് ഇതുവരെ ദുർഗക്കുട്ടി പാടിയതിൽ ഇന്നത്തെ പാട്ട് എനിക്ക് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് എന്തായാലും ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ആ ഒരു വെറ ഇന്ന് വളരെ കുറവായിരുന്നു കേട്ടോ. നന്നായിരുന്നു പല സ്ഥലങ്ങളും. ഇപ്പോൾ MJ അങ്കിൾ പാടിപ്പിച്ച തുടക്കം അത് കാണാമുള്ളാൽ അത് കുറച്ചൊന്ന് ശ്രുതിയിൽ വരണമായിരുന്നു. നോട്ട്സ് കറക്റ്റ് ഹിറ്റ് ചെയ്യണമായിരുന്നു. അപ്പം നല്ല റേഞ്ചുള്ള ഗായികയാണ്. വോയിസിൻ്റെ ഇത് റേഞ്ച് നോക്കുകയാണെങ്കിൽ നല്ല റേഞ്ചാണ്, നല്ല ബേസാണ്. ഹൈ ആണെങ്കിലും നന്നായിട്ട് ഈസി ആയിട്ട് പോകുന്നുണ്ട്. മുഖത്ത് സ്ട്രെയിൻ തോന്നിക്കണില്ല ഇങ്ങനെയൊക്കെ എന്തൊക്കെ പാടിയാലും. അതെ, ചിരിയുണ്ട്. അതെ അതെ. അപ്പൊ എന്തായാലും എനിക്ക് പല ഭാഗങ്ങളും എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി ഇന്ന് പാടിയതിൽ. ഈ പാട്ട് എനിക്ക് തോന്നുന്നു ദുർഗയ്ക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാന്ന് തോന്നുന്നു. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇഷ്ടപ്പെട്ട് പാടിയ പോലെ ഉണ്ട്. അതുകൊണ്ട് ഒരു കഷ്ടപ്പാടില്ലായിരുന്നു മുഖത്ത്. അതെ 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 അതെ. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു.
മാത്രല്ല നല്ല ബുദ്ധിമുട്ടാ പാടാൻ വേണ്ടിട്ട്. ഈ പാട്ട് നല്ല ബുദ്ധിമുട്ടാ. നല്ല പണിയുണ്ട് അതെ പാടാൻ. അതെ അതെ. ആ ആകാരമൊക്കെ വരുന്ന സ്ഥലത്ത് അത്രയും ബ്രെത്ത് കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര. ഇത് തന്നെ ദുർഗ ഇപ്പൊ പാടിയതില്ലേ, അത് ആക്ച്വലി ഇസ് എ ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് കേട്ടോ. അതെ. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ആ കഴിയാവുന്നത്ര ദുർഗക്കുട്ടി ആ ക്ലാരിറ്റിയോടെ അത് പോവാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ അത് സ്റ്റുഡിയോയിലോ പാടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഈസിലി മ്യൂസിക് ഡയറക്ടർ പാടിപ്പിക്കും കറക്റ്റ് ആയിട്ട്. അതെ ഇവർക്ക് പാടുകയും ചെയ്യും. പക്ഷെ ലൈവിൽ ഇങ്ങനത്തെ ഒരു വേദിയിൽ ഇത് പാടാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്, പണിയുണ്ട്. അതെ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇറ്റ്സ് അമേസിങ് അറ്റംപ്റ്റ്. പിന്നെ ദുർഗക്കുട്ടിക്ക് ആ പാട്ടിനോടുള്ള ഇഷ്ടം ഇങ്ങോട്ടേക്ക് കാണാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ വിഷ്വലും ആദ്യം ആ പാട്ട് തുടങ്ങിയപ്പോൾ ആ ലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. ഒരു 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 റോസാപ്പൂ അവിടെ നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. സുന്ദരിയായിരുന്നു കാണാൻ. റോസാപ്പൂ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. യെസ്. പിന്നെ കുഞ്ഞ് പിച്ച് പ്രശ്നങ്ങള്, പിന്നെ ഈ അറ്റം എത്തുമ്പോഴുള്ള ബ്രെത്ത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ജേണി ഇല്ലേ ദുർഗക്കുട്ടിയുടെ, ആ ഒരു നമ്മുടെ ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറുടെ കൂടെയുള്ള ആ ജേണി, എന്താ പറയാ, ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ദുർഗക്കുട്ടി ചെയ്തത് കേട്ടോ. ബ്യൂട്ടിഫുൾ. ഇനിയും നന്നായി പ്രാക്ടീസ് ചെയ്യുക, നന്നായി പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഇന്ന് പിങ്കി പ്രോമിസ് നടത്തിയടാ. ദാറ്റ് ഈസ് വെരി ഗുഡ്. അപ്പൊ യു ആർ ഗോയിങ് ടു ബി അവാർഡഡ് 97.5 on 100 today. താങ്ക് യു സാർ. ദുർഗക്കുട്ടി കൺഗ്രാറ്റ്സ്. അപ്പൊ ആദ്യമായിട്ടല്ലേ പിങ്കി പ്രോമിസ് ഇടുന്നേ? അതെ. ഒന്നും കൂടി ഇട്ടോ വേണേ. അടുത്ത പ്രാവശ്യം ഞാൻ ഇതിലും കൂടുതൽ മാർക്ക് മേടിക്കും. അടുത്ത പ്രാവശ്യം ഞാൻ ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങിക്കും. പിങ്കി പ്രോമിസ്. പിങ്കി പ്രോമിസ്. ഓക്കേ. ബൈ ടാറ്റ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആര്യ ചേച്ചി, നമ്മുടെ വിദ്യാസാഗർ സാറുടെ ഹിറ്റ്സ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഒരു നല്ല പാട്ട് കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നോട്ടെ എല്ലാരും. റെഡി. പ്രേക്ഷകരും റെഡിയാണെന്ന് എനിക്കറിയാം. ഒരു നല്ല കുഞ്ഞുമണിയാണ് വരാൻ പോകുന്നത്. നമ്മുടെ എസ്തർ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം എസ്തർ സജീവ് ഓൺ സ്റ്റേജ്. ചേച്ചി കുഞ്ഞുമണി എന്നൊക്കെ പറഞ്ഞിട്ട് ധാവണിയോ? ധാവണി പോട്ടെ ചേച്ചി. അതെ, നല്ല രസമുണ്ട് കേട്ടോ. ഹായ്. ഇതെന്റെ അമ്മ തയ്ച്ചതാ. ആണോ? സൂപ്പർ ആണേ. താങ്ക് യു. പോക്ക് പോലെ തന്നെയാണ് വന്നത്. അതെ 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 അതെ. അയ്യോ, മുടിയൊക്കെ വളർന്നോ നോക്കട്ടെ. തിരിഞ്ഞ പനകുല പോലത്തെ മുടി. പിന്നെ മുല്ലപ്പൂവും കൊള്ളാം അല്ലേ? നല്ല ഫ്രഷ് മുല്ലപ്പൂ. മൂക്കും കുത്തിയോ? ശരിക്കും മൂക്ക് കുത്തിയോ? ഇല്ല, ഒട്ടിപ്പ് തട്ടിപ്പ്. മുല്ലപ്പൂ ഒറിജിനലാന്ന് തോന്നുന്നു അല്ലേ? അതെ. ഒരു മണമൊക്കെ വരുന്ന, വാസനയൊക്കെ വരുന്ന പോലെ തോന്നുന്നു. ആ കൊള്ളാം. കാർക്കൂന്തൽ കെട്ടിന് എന്തിനു വാസന തൈലം? അതിന് ആവശ്യമില്ലല്ലോ അല്ലേ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യൂ. കാർക്കൂന്തൽ എന്ന് വെച്ചാ എന്താ? മുടി. വാസന എന്ന് പറഞ്ഞാ വാസന, മണം. എല്ലാം അറിയാട്ടോ. പിന്നെ വേറൊരർത്ഥം കൂടി ഉണ്ട്, കലാവാസന, കഴിവ്. യെസ്. അപ്പൊ ഇന്ന് വന്നപ്പോഴത്തേക്കും മുല്ലപ്പൂവിന്റെ വാസനയുണ്ട്, നമ്മുടെ കുഞ്ഞിന്റെ ടാലന്റ് കലാവാസനയുണ്ട്. രണ്ട് വാസന. നല്ല വാസന അല്ലേ? നല്ല കലാവാസന. ഓക്കെ, ഏത് പാട്ടാന്ന് പാടണേ? കണ്ണിൻ വാതിൽ ചാരാതെ. കണ്ണിൻ വാതിൽ ചാരാതെ. ആ പാട്ടല്ലേ? ആഹാ, സൂപ്പർ സോങ്. ഈ പാട്ടിന്റെ ക്യൂട്ടസ്റ്റ് വേർഷൻ ആയിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഞാൻ ഉറങ്ങിപ്പോവോ? ഉറക്കോ? ഉറങ്ങിയ ആര് മാർക്കിടും? ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഉറങ്ങല്ലേന്ന് പറയാം എം ജി സാറിന്റെ അടുത്ത്. ഉറങ്ങല്ലേ എം ജി സാറേ? ഒന്നും പറയാൻ പറ്റില്ലടാ, ചിലപ്പോ ഉറങ്ങിപ്പോ. അതെ, ഭയങ്കര കൂർക്കം വലിയ. ഉറങ്ങണോ? ഉറങ്ങണ്ട. ഓക്കെ, പാടിക്കോ മക്കളെ. ഡീറ്റെയിൽസ്. സിനിമ, മുല്ല, മ്യൂസിക്. ഏത് റൗണ്ടിലപ്പോ വന്നേക്കണ പാടാൻ? വിദ്യാസാഗർ വിദ്യാസാഗർ സാർ. പിന്നെ ലിറിക്സ് വയലാർ ചന്ദ്ര വർമ്മ സാർ. പിന്നെ പാടിയത് ഗായത്രി ആന്റി. പിന്നെ വർഷം 2008. താങ്ക് യു. നല്ലോണം പാടണേ. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ഗായത്രിക്ക് ഒരു ഹായ്. ഗായു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഇന്നാതൊരു മുത്തം ഞാൻ തന്നോട്ടെ ആരാരോ ആരാരോ ആരീരോ ആരീരോ കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ ഇന്നാതൊരു മുത്തം ഞാൻ തന്നോട്ടെ ആരാരോ ആരാരോ ആരീരോ ആരീരോ ഇടനെഞ്ചുരുകും ചൂടുപറ്റി കൈയൊടുക്കും തൊട്ടിലമ്മേ കൺമണി കണ്ണടക്ക് നീ ഉറങ്ങ് ആരാരോ ആരാരോ ആരീരോ ആരീരോ കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ ഇന്നാതൊരു മുത്തം ഞാൻ തന്നോട്ടെ ആരാരോ ആരാരോ ആരീരോ ആരീരോ മീനുകൂടാ എന്തോ നമ്മുടെ കുഞ്ഞേ ആ, ഇപ്പൊ തൊട്ടിലിന്ന് വെളിയിലോട്ട് വന്നേ ഉള്ളൂ. അതെ. ഇങ്ങനെ തൊട്ടിലിന്ന് വന്നിട്ട് ഉടനെ നമ്മുടെ കുഞ്ഞ് പാടുകയാണ് ഉം. കണ്ണിൻ വാതിൽ ചാരാതെ നിന്ന്. ഭയങ്കര ക്യൂട്ടായിരുന്നേ. താങ്ക് യു എന്തൊക്കെ ക്യൂട്ട് എക്സ്പ്രഷൻസ് ആയിരുന്നു. താങ്ക് യു ആ ഇത് പാടിയില്ലേ കണ്ടോട്ടെ എന്ന് പാടിയില്ലേ? അതെ. എങ്ങനെയാണ് കണ്ടോട്ടെ പാടിയേ?
കണ്ണിൻ വാതിൽ ചാടാതെ കണ്ണാ നിന്നെ കണ്ടുട്ടി. ആ ടേക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. അത് ആ കുഞ്ഞിന് മനസ്സിലാവുന്നുള്ളതാണ് അല്ലേ? ആ അത് കഴിഞ്ഞിട്ട് കണ്ടുട്ടി ഇന്നാതൊരു മുത്തം ഞാൻ തന്നോട്ടി. ആ കയ്യും പോണ അതൊക്കെ പുതിയ സാധനങ്ങളാട്ടോ. കുറെ ന്യൂ എഡിഷൻസ് ഉണ്ട്. അവളെ വലുതാവുന്നത് ഓരോ പാട്ടിലും കാണാനുണ്ട്. ഇങ്ങനെയൊക്കെ ആക്കാതെ നീ പുതിയ പേരിടും കേട്ടോ, തൊട്ടിൽ കുട്ടി. അല്ല മധുങ്ങളിൽ അന്ന് ലോകം മുഴുവൻ പാടിയപ്പോ അന്നിട്ട പേര് ഫീലൂന്നല്ലേ? അതെ, ഫീലു ആണ്. അതെ, ഫീലു തന്നെയാണ്. നല്ല ഫീലും ഉണ്ട്. ഗ്ലൂം കുട്ടി പാടുമ്പോഴേ ശരിക്കും ഒരു മുല്ലപ്പൂ വാസന ഇവിടെ വരുന്നുണ്ട്. ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ. മുല്ലപ്പൂ വാസനയും കലാവാസനയും അല്ലേ? അല്ലേ? മുല്ലപ്പൂ വാസനയും കലാവാസനയും വരും. കലാവാസനയും എല്ലാ വാസനയും ഇങ്ങനെ വരിക അല്ലേ? ഇങ്ങനെ അലകൾ പോലെ ഇങ്ങനെ ഒഴുകി വരികയല്ലേ മെലഡി. മെലഡിയാണ് ഈ കുഞ്ഞിന് അറിവ് എന്ന് പറയുന്നത്. ഈ മെലഡി എങ്ങനെ തൊട്ട് തലോടി പതുക്കെ 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 കൊണ്ടുപോകണം. പല പാട്ടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഗ്ലൂം കുട്ടിയുടെ പെർഫോമൻസിൽ. അതെ, ഈ പാട്ടിലും അങ്ങനെയാണ്. ഇതൊരു ജേണിയാണെന്ന് ഈ കൊച്ചിലെ മനസ്സിലാക്കുന്നത്. സബാഷ് 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 സബാഷ്. എനിക്ക് തളിരിൻ മെയ്യിൽ എന്ന് പാടിയില്ലേ, അതൊന്ന് കേൾപ്പിച്ചു തരാമോ? അവിടെ അത്രയും തഴുകിയില്ല. സോഫ്റ്റ്. അങ്ങനെയല്ലേ തഴുകുന്നേ? പനിനീരോ നദിയായി. അവിടെ അടിച്ചു ബിങ്കോ. പിന്നെ മൗനം പോലും. ഒരു ഏകദേശം ഒരു ആടി ബിങ്കോ. ഏകദേശം ഡൈനാമിക്സ് കൊടുക്കണുണ്ടല്ലേ? ഈ നാളിൽ നിന്നേ താലോലിക്കാൻ. അവിടെ ബിങ്കോ ഉണ്ടോ ക്യാപ്റ്റൻ? നമ്മുടെ എസ്തർ കുട്ടിക്ക് എപ്പോഴാണ് ബിങ്കോ ഇല്ലാത്തത്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബിങ്കോ അടിക്കാതിരുന്നിട്ടുണ്ടോ? പിന്നെ ചിരി തൂകിന്ന് പാടിയില്ലേ, അതും കൂടെ പാടിത്തരൂ. അതെ, കണ്ടോ? മൊത്തം ബിങ്കോ ഡേ ആണ്. അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഒരിക്കൽ കൂടെ പറയട്ടെ, അപൂർവമാണ് കേട്ടോ ഇങ്ങനെ ടാലന്റ്. ഇവിടെ നിന്ന് പറയാം, ഇവിടെ നിന്ന് മാത്രമേ എനിക്ക് പറയാൻ അറിയാവൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മൾ അത്രയും നമുക്ക് അമൂല്യമായ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ കൈവെള്ളയിൽ എടുത്തുകൊണ്ട് നടക്കൂലേ, അതുപോലെയാണെന്ന് അറിയാം. അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. അതാണ് നമ്മൾ അങ്ങനെ നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഈ വയസ്സിൽ ഈ പാട്ട് ഈ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുന്നത് അപൂർവമാണ്. അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഗായത്രി പാടി പോലെ പാടിയോ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് അത് വളരെ ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നും. അതിലൊരു കാര്യമില്ല. കുഞ്ഞിനെ പോലെയാണ് പാടാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് കുഞ്ഞ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള റോഡ് നമ്മൾ കാണിച്ചു തരും. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഗ്ലൂം വരത്തേ ഇല്ല, രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഏകദേശം ആ ഗ്ലൂം അങ്ങ് വന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോയി. പാട്ടിനെ ബാധിച്ചില്ല, പക്ഷെ അതിനും ആടിയ ഒരു ബിങ്കോ. ബിങ്കോ ഡേ. എസ്തർ ബേബി എന്ത് രസമായിട്ടാ പാടുന്നേ. ഞാനിങ്ങനെ ആലോചിക്കുക, നമ്മള് നോട്ട്സ് നമുക്ക് പഠിപ്പിക്കാം, പക്ഷെ അതിന്റെ ഫീല് നമുക്ക് ഒരിക്കലും ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല. എസ്തർ ബേബിക്ക് അതിന്റെ ഫീൽ അറിയാം, അത് ഉള്ളിന്ന് വരുന്നുണ്ട് ആ പാട്ട് പാടുമ്പോൾ. യെസ്, ഇറ്റ് ഹാസ് ടു ബി ഫെൽറ്റ് ആൻഡ് ഇറ്റ് റേഡിയേറ്റ്സ്. അത് എല്ലാവർക്കും ഫീൽ ചെയ്യും. നമ്മളിപ്പോ അത് പല പേരിലായിരിക്കും ചിലപ്പോൾ പറയുന്നത്. ചിലർ കരയും, ചിലർക്ക് ക്യൂട്ടായിട്ട് തോന്നും, പക്ഷെ എല്ലാ ഫീലിങ്സ് തന്നെയാണ്. അത് തോന്നുന്നുണ്ട് എസ്തറിന്റെ പാട്ടിൽ നിന്നുള്ളതാണ്. സോ ബ്യൂട്ടിഫുൾ കേട്ടോ എസ്തർ ബേബി, നന്നായി പാടി. എനിക്ക് ഒരുപാട് ഭാഗങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കോസ്റ്റ്യൂം, നല്ല പാട്ട്.
ഒത്തിരി ഇഷ്ടപ്പെട്ടു. അസലായിട്ട് പാടി. കുറച്ചിങ്ങനെ അല്ലറ ചില്ലറ ശ്രുതി പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായെന്നേ ഉള്ളൂ മെയിനായിട്ട്. ചില അക്ഷരങ്ങൾ പറയുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും. നമ്മുടെ ഫീലുമണിക്ക് അത് മറ്റേ ആ കണ്ടോട്ടെ തന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു എന്താ പറയാ ഒരു ഓമനത്വം തോന്നല്ലേ, ആ വാത്സല്യം, ആ കണ്ടോട്ടെ എങ്ങനെയത് കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. വേണ്ട തന്നോട്ടെ. ആ ടേ എന്ന് പറയുന്നതിന് ഒരു ഭംഗി, ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും അതുപോലെ വരണമെന്നില്ല. ആ തന്നോട്ടെ എന്ന് പറയണില്ല അതുപോലത്തെ ഒരു ക്യൂട്ട്നെസ്. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, കലക്കി. അതുപോലെ പല സ്ഥലങ്ങളും ഇപ്പൊ MG ഞങ്ങൾ പാടിപ്പിച്ചു. ആ ഭാഗങ്ങളൊക്കെ എന്തായാലും വളരെ വളരെ സൂപ്പറായിട്ടുണ്ട്. കുറച്ച് ആ അനുപല്ലവിയും ചരണമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് ശ്രുതി പ്രശ്നം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. അനുപല്ലവിയിലെ ഫസ്റ്റ് ലൈൻ തളിരിൻ മെയിൽ തഴുകാനെന്നും അതാണ് കുറച്ച് ശ്രുതി പ്രശ്നം തോന്നിയത്. ബാക്കിയൊക്കെ സൂപ്പറായിട്ട് തോന്നുന്നു. ഒരു പിച്ചുണ്ട് കേട്ടോ, ഒരു ശ്രുതി. അതെ അതെ അതെ, അത് ആ പിച്ചിന് മാത്രമാണ് എല്ലാ പാട്ടിലും പറയാ. പിന്നെ വേറെ ഉണ്ട് എന്തെങ്കിലും പറയുമ്പോ ആ എന്ന് പറയും. പക്ഷേ പുറത്ത് ഭയങ്കര കുരുത്തക്കേടാന്ന് ഞാൻ കേട്ടത്. ഓ അതെ അതെ, കുറുമ്പിപ്പെണ്ണാണോ? ഒരു കുറുമ്പിന്റെ കൂടാണോ? അതെ, ഒരു സംശയം ഉണ്ട് കേട്ടാ. ആണ് ഞാൻ കേട്ടു. ആണല്ലേ? പറഞ്ഞു. എന്തായാലും പാട്ട് പാടാനായിട്ട് മിടുക്കിയാണ്. ഈ കുഞ്ഞു പ്രായത്തിലെ ഇങ്ങനെ ഫീൽ ചെയ്ത് ഇങ്ങനെ ഫീൽ കൊടുത്ത് പാടണം എന്നുണ്ടെങ്കിൽ നിസ്സാരക്കാരിയല്ല. ഓക്കെ, വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു അബണ്ടന്റ്ലി. അതെ, വാരിക്കോരി ദൈവം. അപ്പോ ഇന്ന് നമ്മുടെ ഗ്ലൂം കുട്ടിക്ക് എത്രയാണ് മാർക്ക്? 97.25 ഔട്ട് ഓഫ് 100. പിച്ചുകൂടി സന്തോഷം വന്നു. ഒത്തിരി സന്തോഷമായി മാർക്കിന്. ഫീലുമണിക്ക് ഫീലുമണി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എന്നാ ശരി കേട്ടോ, ടാറ്റാ, സീ യു. MJ അങ്കിൾ, ഇനി വരാൻ പോകുന്നത് നമ്മുടെ ദിയക്കുട്ടിയാണ്. ഒരു സൂപ്പർ സോങ്ങുമായിട്ട് വിളിച്ചാലോ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഒരു മോഡേൺ ദിയക്കുട്ടി, ഇങ്ങനെ ഒന്നും കാണാറില്ല. അതെ, ഹലോ. ഷെയിൻ ചേട്ടൻ എവിടെ? ഷൈൻ ചേട്ടൻ വന്നിട്ടില്ല ഇവിടെ. ഇല്ലേ? എന്താ കൊണ്ടുവരാഞ്ഞേ? കൊണ്ടുവരാഞ്ഞാൽ ഇവിടെ വന്നാണ്, ഇവിടെ എവിടേക്കോ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ചോ? കാണായിരുന്നോ ചേട്ടനെ? ഞങ്ങള് ഒരു സ്പെഷ്യൽ അന്വേഷണം പറയണോട്ടോ. പറഞ്ഞേക്കാം. ഷൈൻ ചേട്ടൻ ഒരു അപ്പാരിഷൻ ആണ്, ഇവിടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. ഷൈൻ ചേട്ടന് യക്ഷിയൊക്കെ ഒരേപോലെയാ. ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല. മക്കളെ, എന്തോ ഒരു പുറപ്പാടുണ്ടല്ലോ എന്ന്. അതെ, ഫുൾ ലുക്ക്. എന്തിനോ ഒരു പുറപ്പാട്, ഒരു അത് ഫീൽ ഉണ്ടല്ലോ. കിട്ടാനുണ്ടോ? എങ്ങനെയുണ്ടോ? കിട്ടോ? അതാണ് കിടിലം പാട്ട്. പിന്നെ ദിയക്കുട്ടി വന്ന് നിൽക്കുമ്പോ നമുക്കറിയാലോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. തയ്യാറെടുക്കാം, നമ്മള് കേൾക്കാൻ തയ്യാറെടുക്കാം. അതെ, മുട്ടായിയുടെ കാർമേഘം വരുന്നുണ്ടോ എന്ന് നോക്കി കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതൊരു സ്വഭാവമാണല്ലേ ഈ മുട്ടായി വരുത്തുന്ന പരിപാടി. അതെ, ശുക്രൻ ഉദിക്കുന്നത്. ഇതുവരെ എത്ര 100 കിട്ടി? 500. ഇത് എത്രാമത്തെ പാട്ടാ? എത്രാമത്തെ പെർഫോമൻസാ? 15 16 ആണോ? 15 16 5 100. അതെ. അപ്പൊ 3 പാട്ട് പാടി അതിൽ ഒരു 100 ഉറപ്പായി. ഓ, കണക്കേ കുട്ടി. The law of averages. ഡീറ്റെയിൽസ് ഫിലിം ഡ്രീംസ്, ഇയർ 2000. പാടിയത് ശങ്കർ മഹാദേവൻ സാർ, പിന്നെ മ്യൂസിക് വിദ്യാസാഗർ സാർ, ലിറിസിസ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. വെരി ഗുഡ്. മിടുക്കി. എനിക്ക് കേൾക്കാൻ കൊതിയാവുന്നു. പെട്ടെന്ന് പാടിക്കോ. കേൾക്കാം അല്ലേ? അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പക്കാല നീല പാടി പക്കാല പാടാൻ വാ കച്ചേ
സന്തോഷം മോനാലിസ 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 പക്കാല പാടാൻ വാ കച്ചേരി കൂടാൻ വാ പക്കാല പാടാൻ വാ പദസരി രെ സഗഗ സദ പയ യ യ യ യ പദ സമ മഗരി സരി യ യ യ യ യ സ സ ദ രി രി സഗഗ രി സദ സ സ സ ദ രി രി സഗഗ രി ദ നഗര ഗലികളിൽ നിറഞ്ഞു വീഞ്ഞായി നുരകൾ നുരയിടും അരിയ മഞ്ഞായി കനക കൊലുസുമായി അണിഞ്ഞൊരുങ്ങാൻ മിഴിയിൽ ജോഗബന്ധി നഗര ഗലികളിൽ നിറഞ്ഞു വീഞ്ഞായി നുരകൾ നുരയിടും അരിയ മഞ്ഞായി കനക കൊലുസുമായി അണിഞ്ഞൊരുങ്ങാൻ മിഴിയിൽ ജോഗബന്ധി താരകമുഖം താഴ്ത്തിയോ ആദരമുഖീരാവ് പൊന്നിതൾ മണി മോതിരം അമ്പിളി വളക്കൂട് മോനാലിസ 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 ഓ പക്കാല പാടാൻ വാ കച്ചേരി കൂടാൻ വാ പക്കാല പാടാൻ വാ ശിശിര ശലഭമായി പറന്നു കാറ്റിൽ ഗസലിൽ അലിയുമി മനസ്സു കൂട്ടിൽ ലഹരി തിരയുമി പുതിയ പാട്ടിൽ മനസ്സ് മഴവില്ല ശിശിര ശലഭമായി പറന്നു കാറ്റിൽ ഗസലിൽ അലിയുമി മനസ്സു കൂട്ടിൽ ലഹരി തിരയുമി പുതിയ പാട്ടിൽ മനസ്സ് മഴവില്ല താരകമുഖം താഴ്ത്തിയോ താതരമുഖീരാവ് മാമഴമുകിൽ വഞ്ചിതം ആവണി നിലപ്പാട്ട് മോനാലിസ 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 പക്കാല പാടാൻ വാ കച്ചേരി കൂടാൻ വാ പക്കാല പാടാൻ വാ കച്ചേരി കൂടാൻ വാ മാറ്റേറും രാവല്ലേ മെയ് മാസക്കാറ്റില്ലേ സക്കീറും മൻസൂറും സുൽത്താനയും എന്ത് സന്തോഷം മോനാലിസ 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 വാവ് സൂപ്പർ സൂപ്പർ ദിയ എന്തോ എക്സെപ്ഷണൽ പെർഫോമർ താങ്ക് യു എക്സെപ്ഷണൽ. കാരണം ഒന്നാമത് പാട്ട് ഭയങ്കര ടഫാണ്. ഇറ്റ്സ് വെരി ഹാർഡ് ടു സിങ്. അതിലത്തെ കർണാട്ടിക് ആ സ്വരമൊക്കെ പാടിയത് എന്താ പാടി വെച്ചത്, അമേസിംഗ് ദിയ. Yeah, yeah. എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു ചേച്ചി യു ആർ സോ ഗുഡ്, യു ആർ സോ ഗുഡ്. അതും ഫോക്കസ് മിസ്സാവാതെ പാട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പാടി, വിച്ച് ഐ ലവ്. സോ ഗുഡ്. യെസ് യെസ്, എല്ലാം ക്ലിയർ ആയിരുന്നു. എനിക്ക്
എന്താ പറയാ, ഞാൻ ദിയയുടെ അടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സാധനം എനിക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമില്ലേ, ആ ഒരു ഹാപ്പിനെസ് ഞാനിപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ അമേസിങ്. ഇപ്പൊ തന്നെ ഒരു വെരി 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 പ്രൊഫഷണൽ സിംഗറായി ഇല്ലേ മോച്ചേട്ടാ? തീർച്ചയായിട്ടും ഇല്ലേ? അതെ. That's what I felt and I'm so happy. I'm so happy. Proud of it. താങ്ക് യു. ഞാനും so happy. എന്തായാലും ഉഗ്രൻ നന്നായിരുന്നു, നല്ല ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു ഇന്ന്. ഈ ഡ്രസ്സും നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെ പാട്ടും ഒന്ന് കലക്കി. വളരെ ഈസി ആയിട്ടുള്ള സിംഗിങ് ആണ്. ഇപ്പോൾ ആര്യ പറഞ്ഞ പോലെ ഒരു ടെൻഷനൊന്നും ഇല്ലാതെ ആ മുഖത്ത് നല്ല മുഖം നല്ല പ്ലസന്റ് ആയിട്ട് വെച്ചിട്ടാണ് പാടുന്നത്. പിന്നെ ഇടയ്ക്ക് ചില സ്റ്റെപ്സ് ഒക്കെ വെച്ചു, അതും അടിപൊളിയായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും കലക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോറസും നമ്മുടെ ഗ്രൂമേഴ്സ് സ്വാതിയും സിയാദും ചേർന്നുള്ള ആ കോറസും അത് കലക്കി ഉഗ്രനായിരുന്നു. നമ്മുടെ ടോപ്പ് ബാൻഡിന്റെ അതും എടുത്തു പറയേണ്ടതാണ്. സൂപ്പർ. ഇവിടെ എന്തോ എനിക്ക് വയ്യ, ഞാനവിടെ ഇരിക്കണ പോണ ഇരുന്നോ? ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാനാണ്. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 നമ്മൾ കേൾക്കാത്ത ചില ജനസുകളിലൂടെ ഉള്ള ഒരു യാത്ര കൊണ്ടുവരുന്നത് മെയിൻലി ദിയയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം കുസുമ വദന മോഹ സുന്ദര, അത് 3 പേരുടെ പാട്ട് ഒറ്റയ്ക്ക് പാടി. അതെ, അത് നമുക്ക് അൺബിലീവബിൾ ആയിട്ട് തോന്നി. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്തത്. ഇതിലെനിക്ക് ഒരുപാട് ഏരിയാസ് എന്താ പറഞ്ഞാൽ കൃത്യമാണ്, കൃത്യം. ആ സ്വരം വന്നതേ, ആ സ്വരം എന്തായിരുന്നു? അതൊന്നുകൂടെ പാടിത്തരോ? ഒരു നോട്ട് മാറിയിട്ടില്ലെന്നാ, ഒന്നുമില്ല, എല്ലാം കറക്റ്റാ. കൃത്യം അതാണ് വേണ്ടത്. അത് കൊണ്ടുവരാൻ ദിയക്കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പ്രൗഡാണ് വളരെ, കേട്ടോ. പിന്നെ ഈ ചെസ് വോയിസും ഹെഡ് വോയിസും തമ്മിലുള്ള ട്രാൻസിഷൻ ഇല്ലേ, സ്വിച്ചിങ്, അത് സ്വിച്ചിങ് അറിയാത്ത രീതിയിൽ, ആ ട്രാൻസിറ്റ് ഉണ്ട് എന്ന് പോലും അറിയാത്ത രീതിയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ നഗരഗലികളിൽ ദിയക്കുട്ടിയുടെ പാട്ട് നിറഞ്ഞു വീഞ്ഞായി, പിന്നെ നുരകൾ നുരയിടും അരിയ മഞ്ഞായി മാറി ദിയക്കുട്ടിയുടെ പാട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. ആ സ്ഥലങ്ങളിൽ ആദ്യം ചെസ് വോയിസ് വരുന്നു, പിന്നെ അല്ലേ ട്രാൻസിറ്റ് ഓൺ ടു ഹെഡ് വോയിസ്. അപ്പോൾ ചെസ്റ്റ് ഹെഡ് എന്ന് പറഞ്ഞിങ്ങനെ പോവാണ്. അപ്പോൾ അത് വളരെ ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഇതൊന്നും അല്ല, സിമ്പിളാണേ. നിങ്ങളൊക്കെ പല വാക്കുകൾ ഇതിനെപ്പറ്റി പറയും, പക്ഷെ ഞാൻ പാടും എന്ന് പറഞ്ഞ് പാടുന്നില്ലേ, അത് സൂപ്പറാണ്. ഈസ് ഓഫ് സിംഗിങ്. ഈ ടെക്നിക്സ് ഒക്കെ നമ്മൾ എപ്പോഴും, പ്രത്യേകിച്ചും സിനിമയുടെ ഒരു മേഖലയിൽ, അതിന്റെ മ്യൂസിക് ആയാലും വേറെ എന്തായാലും, ആക്ടിങ് ആണെങ്കിലും ബാക്കി ഡയറക്ടോറിയൽ ആണെങ്കിലും എന്താണെങ്കിലും, ഈ ടെക്നിക്സ് ഒളിപ്പിച്ചു വെക്കുന്നതിലാണ് ബ്രില്യൻസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ടാവും, പക്ഷെ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്, കേൾക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്, അതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അതാണ് മേക്ക് ബിലീഫ് എന്ന് പറയാം. ലാലേട്ടൻ ഇപ്പം പറയില്ലേ മേക്ക് ബിലീഫ് എന്ന് പറയില്ലേ, അപ്പൊ അതുപോലെയാണ്. അപ്പൊ ഇതൊരു മേക്ക് ബിലീഫാണ്. അപ്പൊ അത് കറക്റ്റ് ആ ബിലീഫ് ഇങ്ങോട്ട് എത്തിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ പെർഫോമൻസിലെ ഗ്രേറ്റസ്റ്റ് ഒരു എക്സ് ഫാക്ടർ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു വിപിൻ ചേട്ടാ? അയ്യോ, എനിക്ക് ഈ ഒന്ന് ഇപ്പൊ റഹ്മാൻജി ആണോ വിദ്യാജി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിദ്യാജി എന്റെ ഫേവറേറ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. വിദ്യാജിയുടെ ആളാണ് ഈ പടത്തില്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു സിനിമയിൽ ചിലപ്പോൾ ഒരു പാട്ടൊക്കെ ആയിരിക്കും ഒന്ന് ഹിറ്റ് ആവുക. അന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5 പാട്ടുണ്ടെങ്കിൽ 5 ഹിറ്റ് ആവുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഡ്രീംസ് എന്ന് പറഞ്ഞ പടത്തില് മണിമുറ്റത്താവണിപ്പന്തൽ ഇതിലാണ്. ഇതിൽ വേറൊരു ഉഗ്രം പാട്ട് പറഞ്ഞുണ്ട്, ദാസേട്ടൻ തന്നെ പാടിയത്. വാ തിങ്കൾ തെല്ലല്ലേ വരവീണ കുടമല്ലേ മാനത്തെ പെണ്ണ്. എന്ന പാട്ട് അത് പുള്ളി പാടിക്കോളൂ, ഞാൻ പാടില്ല. ആ പാട്ടൊക്കെ ഉള്ള ഉഗ്രം പാട്ടുള്ള ഒരു ആൽബം തന്നെ ഹിറ്റായിട്ടുള്ള ഡ്രീംസ് എന്ന് പറഞ്ഞ പടത്തിലെ പാട്ടാണ്. അപ്പോൾ ആ ഫേവറേറ്റ് എൻ്റെ മ്യൂസിക് ഡയറക്ടറിന്റെ പാട്ട് പാടി തന്നതിന് ബിഗ് താങ്ക്സ്. ആൻഡ് പിന്നെ തൻ്റെ ഒരു പെർഫോമൻസ് ബേസ് പറയാം. ഇന്നത്തെ കാലത്ത് പാട്ട് മാത്രമല്ല, ഒരു എന്താ പറയുക, പെർഫോമൻസും കൂടിയാണല്ലോ. ഒരു ഓളം ഉണ്ടാക്കുക, അതിവിടെ നടന്നു. താൻ അസാധ്യമായിട്ട് പ്രകടിപ്പിച്ചു. താങ്ക് യു ചേട്ടാ, താങ്ക് യു. എനിക്ക് മെയിനായിട്ടും പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ ഒരു എനർജി നമുക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ചേട്ടാ ആദ്യമായിട്ട് മോള് കയറി വന്നപ്പോ തന്നെ കോസ്റ്റ്യൂം സെൻസ് ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പെർഫെക്റ്റ്ലി മാച്ച്ഡ്. വെരി ഗുഡ്. ആ കളർ ഒന്നും ഓഫ് ആവാതെ പെർഫെക്റ്റ്ലി, വേറെ അതെ അതെ, നല്ല ലെതർ, അതിന്റെ ലെതർ ടെക്സ്ചർ ഒക്കെ നൈസ്. സെക്കൻഡ്, ശങ്കർ മഹാദേവൻ സാർ ഞങ്ങളുടെ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്,
എന്റെ ആദ്യമായിട്ട് ഒരു ഡാൻസ് നമ്പർ അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. ശുക്രല്ലേ, ശുക്രൻ സിനിമ. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ വീട്ടിലൊക്കെ ജോലി ചെയ്യുമ്പോഴേ മോളെ, നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഞാനും വൈഫും വീണ്ടും കുടുംബത്തിലോട്ടാ, വൈഫും അച്ഛനും അമ്മയൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ വീടൊക്കെ നമ്മൾ വൃത്തിയാക്കില്ലേ, ആ സമയത്ത് ഇങ്ങനത്തെ പാട്ടുകളാണ് കൂടുതലും സ്പീക്കർ പ്ലേ ചെയ്യുന്നത്. മാരിവില്ലിൻ ഗോപുരങ്ങൾ അതൊക്കെയാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അതിന്റെ ഒരു സുഖം ഈ പാട്ടിന് അങ്ങനെ ഒരു സുഖമുണ്ട്. കുറച്ചു നേരം മോള് പാടുവാണെങ്കിലും നമ്മൾ കുറച്ചൊരു ആദ്യം ഒന്ന് ശ്രദ്ധിക്കും. ഇതിന്റെ മൈന്യൂട്ട് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആൻഡ് ജാഗൻസ് ഒക്കെ അവർ പറയുന്നതാണ്. പക്ഷെ എന്നാലും നമ്മൾ എവിടെയോ ഒരു ജഡ്ജ്മെന്റ് കിടക്കും, എവിടെയെങ്കിലും പേടിയാ നമുക്കിത് തെറ്റല്ലേ എന്നൊരു പ്രാർത്ഥന. പക്ഷെ മോള് പാടി കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ സമയത്ത് പാട്ട് കേൾക്കുന്നു, പക്ഷെ കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അച്ഛനും അമ്മയൊക്കെ സംസാരിക്കും. കാരണം വി നോ ദാറ്റ് ഇറ്റ്സ് എ പ്രോപ്പർ സോങ്. അതുപോലെ പ്രൊഫഷണലി നമ്മൾ ഏതോ റെക്കോർഡിങ് ഇതിങ്ങനെ കേട്ട പോലെ, സ്പീക്കറിൽ നിന്ന് കേട്ട പോലെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഷീ വിൽ ഡു ഇറ്റ് എന്നുള്ള അങ്ങനെ തോന്നി. അത്രയും പ്രൊഫഷണൽ ആയിട്ട് പാടി. ലേറ്റർ ഓൺ ആഫ്റ്റർ ഇയേഴ്സ് ഇത് ജഡ്ജായിട്ട് ശ്രേയ ഘോഷാലൊക്കെ ഒന്ന് ഇരിക്കുന്ന പോലെ മോള് ഇരിക്കുന്ന ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന. ഓൾ ദി വെരി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്. അന്ന് നമ്മൾ സൂപ്പർ സ്റ്റാർസ്. വെൻ ഇൻ ഡൗട്ട് ഗോ ടു ബിബിൻ എന്നാണ് എൻ്റെ ഒരു തിയറി. വെൻ ഇൻ ഡൗട്ട് ആണ് ഒരു സംശയം. ഞാൻ പിന്നെ ഒരു 50 തന്നു. ഞാൻ ഷെയർ ഇട്ടിട്ടിട്ട് ചാവുള്ളൂ കേട്ടോ. 50 പിടിച്ചോ. വീണ്ടും ഞാനും തരും 50. So, Diyakutti going to be awarded 100 on 100 today. നമ്മുടെ ദിയക്കുട്ടിയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. നമുക്ക് അവരെ 3 പേരെ സ്റ്റേജിലേക്ക് വിളിക്കാം അല്ലെ, ഗിഫ്റ്റ് തരാനായിട്ട്. വെൽക്കം. വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ദിയക്കുട്ടിക്ക്. അത് വളരെ സ്പെഷ്യലാണ്. 3 പേര് കൂടെ വന്ന് തന്നു. താങ്ക് യു. അപ്പൊ ദിയക്കുട്ടി താങ്ക് യു. താങ്ക് യു ചേട്ടാ, ചേച്ചി. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് പ്രേക്ഷകർ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തില്ലേ? അതുപോലെ തന്നെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് കുറേ നല്ല നല്ല മൊമെന്റ്സ് ആണ്, ഒത്തിരി വിശേഷങ്ങളാണ് നമുക്ക് പറയാനായിട്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. ഇന്ന് തൽക്കാലത്തേക്ക് നമ്മൾ ടാറ്റ പറയുന്നു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.